2018 ഞാൻ മസ്കറ്റിൽ 45 ദിവസം ഒറ്റ സഭയുടെ യോഗത്തിൽ പ്രസംഗിച്ചു. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് കൊമ്പനാടുകാരൻ തമ്പിച്ചാൻ പകല് യോഗം കഴിഞ്ഞിരിക്കുമ്പോൾ തമ്പിച്ചാൻ പറഞ്ഞു നമുക്ക് ഒരു അറബിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മക്കളെ കാറിലടി ഭാര്യാപുരം IPSലെ വിശ്വാസിയായിരിക്കുന്നത് സന്തോഷ് ഫിലിപ്പ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ കാറിലാണ് പോകണം. യാത്രാമധ്യേ തമ്പിച്ചാൻ പറഞ്ഞു നമ്മൾ പോകുന്ന കാട്ടറബിയുടെ വീട്ടിലോട്ടല്ല. ഞാൻ ചോദിച്ചു പിന്നെ ഒമാൻ രാജാവിന്റെ സുരക്ഷയുടെ ചുമതലക്കാരനായിരിക്കുന്ന സെക്യൂരിറ്റി തലവൻ അറബിയുടെ വീട്ടിലോട്ടാ. അപ്പം എന്നൊരു കൊട്ടാരത്തിന്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി. വീടെന്നതിനെ വിശേഷിപ്പിക്കാൻ ഒക്കത്തില്ല. തമ്പിച്ചാൻ ഇറങ്ങി, ഞാൻ ഇറങ്ങി, സന്തോഷ് ഫിലിപ്പിച്ച് ഇറങ്ങി. തമ്പിച്ചാൻ മുൻപേ പുറകെ ഞാൻ തമ്പിച്ചാൻ മുൻപേ പുറകെ ഞാൻ, അതിൻ്റെ പുറകെ സന്തോഷ് ഫിലിപ്പിച്ചാൻ. ഒരു വീട്ടിൽ കൂടെ കുറേ നേരമായി ഇങ്ങനെ നടക്കുക. ഇങ്ങനെ ഭയങ്കരം ആ മേഖലയിൽ കൊട്ടാരം പോലത്തെ വീടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തമ്പിച്ചോട് ചെയ്യും തമ്പിച്ചത് എവിടെ കൊണ്ടുപോകാം, എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? അറബിക്ക് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, അവനെ പിടിച്ചകത്തേക്കും. എന്നെ കണ്ട കാട്ടറബിയെ പോലെ ഇരിക്കുന്നത്, അതാ കുഴപ്പം. ഇവനോർക്കും വല്ല കാട്ടിൽ നിന്നും വന്ന മരുഭൂമിയിൽ നിന്നും വല്ല കാട്ടറബിയല്ലോ ആയിരിക്കും, എന്നെ പിടിച്ചകത്താക്കും. അപ്പം തമ്പിച്ചാൻ പറഞ്ഞ ഭാഷ തമ്പിയല്ലേ വിളിക്കുന്നത്. അപ്പം അറബിയൊന്നും ചെയ്യത്തില്ല, ഭാഷ ധൈര്യമായിട്ട് വാ. കയറി ചെല്ലുമ്പോൾ ഒരു മുറിക്കകത്ത് 2 അറബികൾ കുത്തിയിരിപ്പുണ്ട്. ഒരുത്തനാണ്ട് നീണ്ടുന്നു അവിടുന്ന് മലർന്ന് കിടക്കുക. തലങ്ങളകൾ അടുക്കി വെച്ച് 2 കാലും അതിൻ്റെ പുറത്ത് പൊക്കി വെച്ച് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആട്ട നനച്ച് കുഴച്ച് മുട്ടിന് താഴോട്ട് പൊതിഞ്ഞ് വെച്ചേക്കുക. അവനെ തളർന്ന് കിടക്കുക. അവനെ വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയതാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, പക്ഷേ ഇവൻ്റെ കാലിൽ ആട്ട പറിച്ചു കളയണം. ഞാനും സന്തോഷ് ഫിലിപ്പിച്ചാനും കൂടെ അവൻ്റെ 2 കാലിലും പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആട്ട മുഴുവനും പറിച്ചു മാറ്റി. തമ്പിച്ചാനോട് പറഞ്ഞു തമ്പിച്ച വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറഞ്ഞു. തമ്പിച്ചാൻ അറബിയിൽ എന്തോ പറഞ്ഞു. പെട്ടെന്ന് അവന് ഒരു അറബി പാരച്ചൂട്ടിൻ്റെ ഒരു ചെറിയ കുപ്പി വെളിച്ചെണ്ണ കൊണ്ടുവന്നു. അത് ഞാൻ മേടിച്ചെൻ്റെ കയ്യിലോട്ട് പൊട്ടിച്ചൊഴിച്ചു. ആദ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങി, പിന്നെ അന്യഭാഷ പറയാൻ തുടങ്ങി, പിന്നെ ഭാഷ മാറി അറബി സംസാരിക്കാൻ തുടങ്ങി. കുറേ അറബിയിൽ സംസാരിച്ചിട്ട് അവൻ്റെ കാലിലോട്ട് തേച്ച് തീരുകയും അവൻ ചാടി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അവൻ ആ വീട്ടിൽ കൂടെ ഓടി, പിന്നെ അവൻ റോഡിൽ കൂടെ ഓടി. എന്നിട്ട് അവൻ പറഞ്ഞു എനിക്ക് നിന്റെ വീട്ടിൽ വരണമെന്ന്. എൻ്റെ വീട്ടിൽ നാട്ടുകാർ നോക്കി നിൽക്കുമ്പോൾ അറബി 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ അറബി തമ്പിച്ചാനോട് ചോദിച്ചു ഈ മനുഷ്യന് അറബി അറിയാമോ? തമ്പിച്ചാൻ പറഞ്ഞു മലയാളം അതൊന്നും അറിയില്ല. ഈ അറബി പറഞ്ഞു ഇവൻ എൻ്റെ എല്ലാ കാര്യം അറബിയിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, അവനോട് എന്തോ വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അവിടെ തമ്പിച്ചാൻ പറഞ്ഞു ഭാഷ അറബി ചോദിക്കുന്നത് എന്തോ വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. ആമേൻ. അറബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, നിനക്ക് എന്തെങ്കിലും വേണം. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. അറബി പറഞ്ഞു നീ ഒമാൻ രാജാവിന്റെ ഗസ്റ്റാ, നിനക്ക് ഒമാൻ രാജാവിന്റെ ദിവാന്റെ വിസ ഫ്രീ ആണ്. 2 നിനക്ക് ഒമാൻ എയറിന്റെ ടിക്കറ്റ് ഫ്രീ. ഇനി എന്ന് നിനക്ക് ഒമാനി വരണോ 5 പൈസ ചെലവില്ല. പ്രൈസ് ലോൺ, എപ്പം വേണേലും പറയാം. പ്രൈസ് ലോൺ. ഇനി എന്ന് നിനക്ക് ഒമാനിൽ ഒരു സഭ തുടങ്ങണം, ഈ എൻ്റെ വീട്ടിൽ നിനക്ക് സഭ ആരംഭിക്കാം. പ്രൈസ് ലോൺ. അന്ന് ഞാനൊരു കാഴ്ച കണ്ടു. ആദ്യമായി ഒരു അറബി മുട്ട നിന്ന് കരങ്ങൾ അടിച്ച് ജീസസ് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ച. പ്രൈസ് ലോൺ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, വിദ്യാഭ്യാസമല്ല വിഷയം, അഭിഷേകമാ വിഷയം. പ്രൈസ് ലോൺ. യെരുശലേമിൽ വന്ന 18 രാജക്കാരിൽ അറബികളും ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ അന്യഭാഷ പറഞ്ഞപ്പോൾ അറബിയിൽ സംസാരിച്ചു. കേട്ടവർക്ക് മനസ്സിലായി. പ്രൈസ് ലോൺ. ഇന്ന് പകൽക്കാലം നിനക്ക് വിദ്യാഭ്യാസമില്ലേ? വേണ്ട. അവൻ അഭിഷേകം മതി, അഭിഷേകം മതി. എത്ര പേർ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടാൻ തയ്യാറാകും? നിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോവുക.